ഈസി വർക്സിലൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നഫീസ റഹ്മത്തുള്ള. ഇതിൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ SHMൻ്റെ ഒരു പ്രോഗ്രാമിനെ പറ്റി പറഞ്ഞിരുന്നല്ലോ. അതായത് കൃഷി വകുപ്പിൻ്റെ പുഷ്പകൃഷികൾക്കുള്ള ഒരു പദ്ധതിയെ പറ്റി ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ കുറേ സംശയങ്ങളായി എന്നെ കോൾ ചെയ്ത് കുറേ പേര് അതിനെപ്പറ്റി അന്വേഷിച്ചു. പിന്നെ എനിക്ക് കമൻ്റായിട്ടും കുറേ വാട്സപ്പിലായാലും പിന്നെ യൂട്യൂബിലായാലും എല്ലാം വന്നിരുന്നു. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഒന്നും കൂടി ക്ലിയർ ആക്കണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ട് വന്നൊരു സംശയം, നമ്മളുടെ വീടുകളിൽ ഇപ്പോൾ കുറേ പ്ലാന്റ്സ് ഉള്ളവരുണ്ടാവും അല്ലേ. അപ്പോൾ ആ കുറേ പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഇനി പ്ലാന്റ്സ് വേണം കുറച്ച് കൂടും, 10-25 അല്ലെങ്കിൽ 50-100 ഇപ്പോൾ മേടിച്ചാൽ മതി. അപ്പോൾ അത്ര മാത്രം പ്ലാന്റ്സ് ഉള്ളവരാണ്. അപ്പോൾ അവർക്ക് എങ്ങനെ ഈ പദ്ധതിയിൽ അംഗമാവാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് 500 പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഈ പദ്ധതിയിൽ അംഗമാവും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റായി ബില്ല് കൊടുക്കണം. ബില്ല് കൊടുക്കും, അവർ ഇൻസ്പെക്ഷന് വരും. അപ്പോഴാണ് എന്നിട്ട് ഇൻസ്പെക്ഷന് വന്ന്, മുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒന്നും കൂടി ക്ലിയർ ആവാൻ വേണ്ടി പറയാം. ഇൻസ്പെക്ഷന് വന്ന് 500 പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും സബ്സിഡി അപ്പോൾ ഈ പദ്ധതിയിൽ നമുക്ക് കിട്ടും. പക്ഷേ നമ്മൾ ഈ വർഷത്തെ തന്നെ ബില്ല് നമുക്ക് കൊടുക്കണം. ഒരു 100 രൂപയുടെ ഒരു പ്ലാന്റ്സിന് 40 രൂപ എന്നുള്ളതാണ് സബ്സിഡിയുടെ കൃഷി വകുപ്പിൻ്റെ ഒരു കണക്ക്. അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 100 രൂപയുടെ ഒരു പ്ലാന്റ്സിന് 40 രൂപ. അപ്പോൾ എത്ര പ്ലാന്റ്സ് ആണോ നമ്മളുടെ കയ്യിലുള്ളത് അതിനനുസരിച്ചാണ് സബ്സിഡി നമുക്ക് നൽകുന്നത്. 500 എണ്ണത്തിന് പിന്നെ 1000 എണ്ണം 2000 വരെ പ്ലാന്റ്സുകൾക്ക് സബ്സിഡി നൽകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ സംശയം തീർന്നല്ലോ. പിന്നെ ഒരു കാര്യം ചോദിച്ചത്, ഇപ്പോൾ ഇന്നൊരു വെറൈറ്റി എന്നിപ്പോൾ ഡെൻഡ്രോബിയത്തിൽ തന്നെ ഇന്ന വെറൈറ്റി എന്ന് മാത്രമുണ്ടോ? ഇപ്പോൾ കട്ട് ഫ്ലവർ എന്ന് പറയുമ്പോൾ സോണിയ റെഡ്, സോണിയ വൈറ്റ് അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വെറൈറ്റി എന്നുണ്ടോ എന്നുള്ളൊരു സംശയം ഉണ്ടായി. അപ്പോൾ ഞാനതിന് പറഞ്ഞില്ല, അങ്ങനെ ഒരു വെറൈറ്റി ഒന്നുമില്ല. നമ്മൾക്ക് ഏത് ഓർക്കിഡിൻ്റെ ഡെൻഡ്രോബിയ ചില ഓർക്കിഡിൽ പല കളറുകളുണ്ടല്ലോ. അപ്പോൾ അതിൽ ഏത് ഓർക്കിഡ് ആയാലും പ്രശ്നമില്ല. പിന്നെ എന്താ പറയുക, ഫലനോഫീസുള്ളവർ കുറേ പേരുണ്ട്. അപ്പോൾ ഫലനോഫീസും ഡെൻഡ്രോബിയും കൂടിയിട്ട് ആ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ അത് പറ്റും. ഓർക്കിഡ് വെറൈറ്റികളിൽ നമ്മൾക്ക് മിനിമം 100 രൂപയെങ്കിലും റേറ്റുള്ള ഏത് പ്ലാന്റ്സിന്, ഓർക്കിഡ് പ്ലാന്റ്സിന് കട്ട് ഫ്ലവറിൽ ഉൾപ്പെടുത്തിയിട്ട് 40% സബ്സിഡിയാണ് നൽകുന്നത്. അപ്പോൾ അത് ക്ലിയറായി എന്ന് കരുതുന്നു. അടുത്തതായിട്ടൊരു സംശയം ചോദിച്ചത്, നമ്മൾക്ക് വീടുകളിൽ ഗ്രീൻ ഹൗസ്, അപ്പോൾ ഈ പദ്ധതിയിൽ അംഗമാവണമെങ്കിൽ പിന്നെ ഗ്രീൻ ഹൗസൊക്കെ ആവശ്യമുണ്ടോ, ഗ്രീൻ ഹൗസൊക്കെ പണിതിട്ട് പ്ലാന്റ്സ് വെച്ചാൽ മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതിൽ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഗ്രീൻ ഹൗസിൻ്റെ സബ്സിഡി വേറെ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഈ പദ്ധതിയിൽ. ഗ്രീൻ ഹൗസിനും സബ്സിഡി ഉണ്ട് നമുക്ക്. പക്ഷേ അതിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാമെന്ന് കരുതിയിരുന്നത്. പക്ഷേ ഇതിൽ ഇങ്ങനെ സംശയങ്ങൾ കുറച്ച് ഉണ്ടായപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം അടുത്ത വീഡിയോ ആയി ചെയ്യാം ഞാൻ കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് വേണ്ടത് നമ്മളുടെ ബില്ലുകൾ ഉണ്ടാവുക ഈ വർഷത്തെ തന്നെ ബില്ലായിരിക്കണം. ഈ ബില്ലുകൾ ഉണ്ടാവുക, പിന്നെ നമ്മളുടെ വീട്ടിൽ പ്ലാന്റ്സുകളും ഉണ്ടാവുക മാത്രം മതി. അല്ലാതെ ഗ്രീൻ ഹൗസിൻ്റെ ആവശ്യമില്ല കേട്ടോ. കാരണം പ്ലാന്റ്സുകൾ നല്ലപോലെ പോട്ട് ചെയ്തിട്ട് നമ്മൾ വെക്കുക. അവർ കൃഷി വകുപ്പ് വന്നിട്ട് കൃഷി ഓഫീസർ വന്നിട്ട് ഇൻസ്പെക്ഷൻ ചെയ്യുമ്പോൾ അവിടെ പ്ലാന്റ്സ് ഉണ്ടായാൽ മതി. പിന്നെ ബില്ലും എല്ലാം കറക്റ്റായാൽ മതി. അപ്പോൾ നമ്മൾക്ക് ആ പദ്ധതിയിൽ ഒരു അംഗമാവാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. പിന്നെ ഒരു സംശയം പറഞ്ഞത്, എല്ലാവരും ജില്ലകളിൽ ചോദിക്കുമ്പോൾ, ചില ജില്ലകളിൽ നിന്ന് എനിക്ക് മെസ്സേജ് വന്നു വെച്ചാൽ അവിടെ ജില്ലകളിൽ ചോദിക്കുമ്പോൾ ഇല്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു പദ്ധതിയെ പറ്റി അറിയില്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെന്നിട്ട് ചോദിക്കണം. അപ്പം അറിയില്ലല്ലോ നമ്മൾക്ക് ഇങ്ങനെ നമ്മളെ കൃഷിഭവൻ്റെ കീഴിൽ ഇത്ര പേര്. ചില ജില്ലകളിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഓർക്കിഡുകൾ അധികമായിട്ട് ആരും വളർത്തി തുടങ്ങിയിട്ടില്ല. അപ്പോൾ അവർക്ക് അറിയില്ലല്ലോ, നമുക്ക് കുറച്ച് പേർക്ക് ഇത് താല്പര്യമുണ്ട്, കുറച്ചൊക്കെ നമ്മളുടെ വീട്ടുകളിലുണ്ട്, ഇങ്ങനെ തുടങ്ങാൻ ആഗ്രഹം ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അതിന് നമ്മൾ തന്നെ മുന്നോട്ടിറങ്ങണം. നമ്മൾ തന്നെ മുന്നോട്ട് ഇറങ്ങിയിട്ട് കൃഷിഭവനിൽ പോയിട്ട് ചോദിക്കുക, സാറേ അല്ലെങ്കിൽ മേഡം ഇങ്ങനെ ഉണ്ട് ഒരു ഇത്, അപ്പോൾ ഞങ്ങൾക്ക് അതിൽ താല്പര്യമുണ്ട്, നമ്മളെ കൃഷിഭവന് കിട്ടുമെങ്കിൽ ഞങ്ങളിൽ അതിലൊക്കെ പദ്ധതിയിൽ ചേരാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുള്ളത് നമ്മൾ പോയി കൃഷിഭവനിൽ അന്വേഷിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു പദ്ധതി വന്നാൽ ആ കൃഷിഭവനാരത് എടുക്കും. ആ കൃഷി ഓഫീസർമാർ അത് എടുത്ത് നമ്മളിലേക്ക് എത്തിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് അതിന് ചെയ്യേണ്ടത്. നമ്മൾ തന്നെ പലവട്ടം പോയി നമ്മൾ ചോദിക്കണം, അന്വേഷിക്കണം. അപ്പോൾ കുറച്ച് പേർക്ക് താല്പര്യം ഉണ്ടെന്ന് പറയുമ്പോൾ, ഒരു പദ്ധതി എന്ന് പറയുമ്പോൾ കുറച്ച് പേരുണ്ടാകുമ്പോഴല്ലേ ആ പദ്ധതി എല്ലാം എത്തുള്ളൂ. അപ്പോൾ 1-2 പേർക്ക് മാത്രമായിട്ടൊരു വല്ല കൃഷിഭവൻ്റെ കീഴിലോ അല്ല പഞ്ചായത്തിൻ്റെ കീഴിലോ വരുന്നതിന് എളുപ്പമല്ലല്ലോ. അപ്പോൾ കുറച്ച് പേരുണ്ടാകുമ്പോഴാണ് അതിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോയി ചോദിക്കണം, ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ട്, ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, ഞങ്ങൾക്ക് ചെയ്യാമെന്ന്.
കൃഷി ഓഫീസർമാരോട് പറഞ്ഞാൽ അവരറിയിച്ചാൽ തീർച്ചയായിട്ടും അവർ നമുക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു തരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഇതിൻ്റെ സംശയങ്ങളെല്ലാം തീർന്നെന്ന് ഞാൻ കരുതുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിച്ചാൽ ഞാൻ മറുപടി നൽകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം.